അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹിതരാവാൻ പോകുന്ന യുവാക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി, 4 കാര്യങ്ങൾ പരിഗണിച്ചാണ് സാധാരണയായി സ്ത്രീകളെ വിവാഹം ചെയ്യാറുള്ളത്. 1 അവരുടെ ധനം, 2 അവരുടെ കുലീനത, 3 സൗന്ദര്യം, 4 ദീന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ വിവാഹം കഴിക്കേണ്ടത് ദീൻ അഥവാ മതനിഷ്ഠ ഉള്ളവളെയാണ്. നിന്റെ കൈകളിൽ മണ്ണായാലും നീ അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും ശരി എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ നോക്കേണ്ടത് അവൾക്ക് ദീനുണ്ടോ എന്നാണ്. അതല്ലാതെ പണമുണ്ടോ, കുടുംബമഹിമുണ്ടോ എന്നിവ നോക്കണ്ടെന്നല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതലെല്ലാം തന്നെ നീ പ്രാധാന്യം നൽകേണ്ടത് അവളുടെ മതബോധത്തെക്കുറിച്ചാണ് നീ കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് എന്നുള്ളതാണ്. കാരണം അവൾക്ക് ദീനുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നുമില്ലെങ്കിലും, അഥവാ കുറേ സമ്പത്തില്ലെങ്കിലും അതേപോലെ തന്നെ കുടുംബമഹിമ ഇല്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും അവൾക്ക് ദീനുണ്ടെങ്കിൽ ദീൻ അതിന് പകരമാണ് എന്നുള്ളതാണ്. അവൾക്ക് ദീനില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ദീനിന് പകരമാവില്ല എന്നുള്ളതാണ്. എന്തിനാണ് ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതെന്നറിയാം. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമതായി മനസ്സിലാക്കുക, ജീവിതം പരിപൂർണമായും സംതൃപ്തകരമാകണമെങ്കിൽ ദീനുള്ള പെൺകുട്ടിയെ നമ്മൾ വിവാഹം ചെയ്യണം എന്നുള്ളതാണ്. എല്ലാത്തിലും ഉപരി ഇണയോടും മക്കളോടൊപ്പം പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. അതൊക്കെയാണ് പറയുന്നത്, ദീനുള്ള പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നല്ല ദീനും സൽസ്വഭാവമുള്ള പുരുഷന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. 1 അവന് മതബോധം ഉണ്ടാവണം, 2 അവൻ്റെ സ്വഭാവം സൽസ്വഭാവമായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആൺകുട്ടിയിൽ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാം, ദീനും സ്വഭാവവും തൃപ്തികരമായ നിലയിൽ ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കുക. അല്ലാത്ത പക്ഷം ഭൂമിയിൽ വ്യാപകമായി തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഒരുവനെ അന്വേഷിക്കുമ്പോൾ ഇന്ന് നമ്മൾ വരന്മാരെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ ഈമാനോ തഖ്വയോ അഖീദയോ ഒന്നും അധികം അന്വേഷിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ അവസാനം പറഞ്ഞുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന. അത് തന്നെയാണ് ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയണത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിക്കുമ്പോൾ, പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന വരന് അള്ളാഹിനെക്കുറിച്ചുള്ള പേടിയുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ, അതേപോലെ തന്നെ അവൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ അവൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം എന്നുള്ളതാണ്. കാരണം എന്താ അറിയും, അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവനോടൊപ്പമുള്ള ജീവിതം സന്തോഷം നിറഞ്ഞത് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഇണകളെ കിട്ടാൻ വേണ്ടി പടച്ചവനോട് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, പെൺകുട്ടികളെ നിങ്ങൾ നോക്കുമ്പോൾ അവൾക്ക് മതബോധമുള്ള കുട്ടിയാണോ എന്ന് നോക്കുക. അത് വിചാരിച്ചിട്ട് സൗന്ദര്യം നോക്കണ്ടെന്നല്ല കേട്ടോ, സൗന്ദര്യമൊക്കെ നോക്കണം. എന്നാൽ എല്ലാത്തിനും ഉപരി അവൾ ദീനീബോധം ഉള്ള കുട്ടിയാണോ നോക്കുക. അതേപോലെ തന്നെ ആൺകുട്ടിയെ നിങ്ങൾ നോക്കുമ്പോഴും അവൻ്റെ സൗന്ദര്യമൊക്കെ നോക്കാം, പക്ഷെ അതിലുപരി അവന് ദീനീബോധമുണ്ടോ, അവൻ്റെ സ്വഭാവം നല്ലതാണോ നോക്കുക. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് നിങ്ങൾക്ക് അവൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ മക്കളെ കൊടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.